എനിക്ക് രവിയെ പണ്ട് മുതൽക്കേ അറിയാം. വളരെ സിൻസിയറാണ്. പിന്നെ ഒരു പിന്നെ ആർമിയിലായിട്ടായിരുന്നില്ല ആ ഡിസിപ്ലിൻ മുഴുവൻ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇതിന്ന് പണം കക്കേണ്ട കാര്യം അതൊന്നും രവിക്കില്ല. അല്ലാണ്ട് ഇതിൽ നമ്മൾ നഷ്ടമെന്നേ പറയാനുള്ളൂ. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ സൈനിക് സ്കൂളൊക്കെ ഡെഫിനറ്റ് ആയിട്ട് രവി കൊണ്ട്. ഇപ്പൊ ഇവിടെ 70 വർഷമായിട്ട് ഇവിടെ ഇടതും വലതും മാറി മാറി ഭരിക്കുകയാണ്. ഏകദേശം 69 വർഷം കഴിഞ്ഞു. 7 പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ വലിയ വലിയ എല്ലാം ശരിയാക്കി എന്നുള്ള അവകാശവാദങ്ങളാണ് ഉണ്ടാവാറ്. ഇവിടെ ഉള്ള ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഇവിടെ എല്ലാം ശരിയാക്കിയോ അമ്മ? ഒന്നും ശരിയായിട്ടില്ല. ഒന്നും ശരിയായിട്ടില്ല. ഇവിടെ ഭരണത്തെ കുറിച്ച് അവർക്കൊരു ഏകദേശം ഒരു ഗ്യാരണ്ടി പോലെയാണ്. എന്ത് തോന്നിയാസം ചെയ്താലും വോട്ട് കിട്ടും എന്നുള്ള പോലെയായിരിക്കും. പിന്നെ ഇപ്പൊ മോഡിയുടെ ഇതുമൊക്കെ ഈ സെവൻസിനോട് മുഴുവനും അവര് കിട്ടിയതാ പറയും. ഞാൻ വരെ ബോധവൽക്കരണം ചെയ്ത് കഷ്ടത്തിലായി. ഇപ്പൊ ഇവിടെ വികസനത്തെ കുറിച്ച് BJP മാത്രമേ പറയുന്നുള്ളൂ. മറ്റു രണ്ട് കക്ഷികളും പറയുന്നത് ഭരണമാറ്റത്തെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ഭരണം കിട്ടും, മറ്റവർക്ക് ഭരണം കിട്ടും. അപ്പൊ ആ ഒരു വികസനത്തെ കുറിച്ച് പറയുന്ന ആ BJPയുടെ ആ മുദ്രാവാക്യം, അതിനെ അമ്മ എങ്ങനെയാണ് പറയുന്നത്? വികസനം പറയാൻ ഒത്തന്റിക് ആയിട്ട് പറയാൻ അവർക്ക് മാത്രമേ പറ്റൂ. മറ്റവർക്ക് പറയാൻ പറ്റില്ലല്ലോ. മറ്റുള്ളവർ ശരിക്കും എവിടെയാണോ വികസിപ്പിക്കുന്നത്? അതാ പറഞ്ഞ, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്ത ഇത് പറയാത്ത. അവരെന്നെ അറിയില്ലേ. ഇപ്പൊ കോൺഗ്രസ് തന്നെ പറഞ്ഞില്ലേ, പിന്നെ അവരോട് പിന്നെ ഇത് ചോദിക്കുമ്പോ അവരെന്നെ പറയുന്നുണ്ടല്ലോ ബെസ്റ്റ് PM നരേന്ദ്രമോദിയാണെന്ന്. ശശി തരൂരിനോട് ചോദിച്ചില്ലേ? ശശി ചോദിച്ചു, എന്താ സംശയം, അത് നരേന്ദ്രമോദി തന്നെയാണ്. എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിണറായി മോഡിയെ പറ്റി ഒന്നും മോശം പറയാറൊന്നുമില്ലല്ലോ. ഒറ്റ സാധനം പറയില്ല. ഒറ്റപ്പാലത്തെ വോട്ട് ചെയ്യാനിരിക്കുന്ന ആളുകളോട് അമ്മയ്ക്ക് എന്താ പറയാ? വോട്ട് ചെയ്തിട്ട് ജയിപ്പിക്കണം തന്നെയാണ് പറയാനുള്ളൂ. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കളെങ്കിലും ശബരിമലയെങ്കിലും വിചാരിക്കുക, അയ്യപ്പനെങ്കിലും വിചാരിക്കുക, ഭഗവാനെങ്കിലും വിചാരിക്കുക. അതെങ്കിലും വിചാരിച്ചിട്ട് നമ്മളിനി നമുക്ക് പോവാൻ ഭാരതം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജാതിക്കാർക്കും, മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ലോകത്തിൽ വേറെ രാഷ്ട്രങ്ങൾ കുറെ ഉണ്ട്. നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ അടിമകളായിട്ട് ഒരു എവിടെങ്കിലും ഇരിക്കാണ്ട് അല്ലെങ്കിൽ മതം മാറി ഇരിക്കാണ്ട് വരാൻ ഈ ഒറ്റ വഴി തന്നെ ഉള്ളു. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും. അതെ, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട്. അതെ, നമ്മളോ അടിമകളായി. നമ്മളൊന്നും ഇതില്ലാണ്ടായി. ഇപ്പൊ തന്നെ കണ്ടില്ല ഇവിടുത്തെ യങ്ങ ജനറേഷൻ എവിടെ. ഒറ്റപ്പാലത്ത് ഇപ്പൊ ഈ റോട്ടിൽ ചെറുപ്പക്കാർ കുട്ടികളെയും കൂടി കാണാനില്ലേ. പാലാട്ട് റോഡൊക്കെ എത്ര വലിയ വലിയ VIP വാർഡായിരുന്നു. തറവാടുകളൊക്കെ പോയി, ഉള്ള കുട്ടികള് സ്ഥലം വിട്ടു. ഡിവിഷൻ ഫോളാണ് എല്ലാ സ്കൂളുകളിലും. അവര് 10+2 ഒക്കെ കഴിഞ്ഞാൽ ഒരുവിധം കഴിയണ പിന്നെ പാരന്റ്സ് കുട്ടികളെ ഔട്ട്സൈഡ് കേരള അയക്കണം. വല്ലാത്ത ഇതാണ്. മൊത്തം ഇപ്പൊ ഒറ്റപ്പാലം തന്നെ മൊത്തം ഒരു ഓൾഡ് ഏജ് ഹോമാ. ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ അമ്മ പറയുന്നു പുതിയ തലമുറകൾ മൊത്തം ഇവിടെ നിന്ന് പോകുന്നു. ഡിവിഷൻ ഇവിടെ തൊഴിലവസരം സിറ്റീസ് ഇല്ല. ഉള്ള ആൾക്കാരെ ഇപ്പൊ ഉണ്ടായിരുന്നു. കിറ്റെക്സ് വക ഇവിടെ നിന്നാ എന്തെങ്കിലും തൊഴിലുണ്ടായിരുന്നു. അതിനൊക്കെ കെട്ടിച്ചാ പിന്നെ എന്ത് തൊഴിലവസരം അവിടെ ഉള്ളത്? തൊഴിലിന് വേണ്ടി ഒരാള് വ്യവസായം കൊണ്ടുവന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവര് റിസ്ക് എടുത്തിട്ട് വരേണ്ടി വരും. എന്താ വെച്ചാൽ അവരുടെ ആകെയുള്ള സമ്പാദ്യങ്ങളാവും. ആ സമ്പാദ്യം മുഴുവനും എടുത്ത് റിസ്ക് എടുത്തിട്ട് മരണവര് വളരെ കുറവാകും. എന്താ വെച്ചാൽ എപ്പോഴാ കെട്ടി പോകേണ്ടി വരിക അറിയില്ല. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കില്ല അധികം ആൾക്കാരും, സാമാന്യ ആൾക്കാരും. അല്ലെങ്കിൽ പിന്നെ അത്രയും ബിസിനസ് ആൾക്കാരെ ഇത് പോയാലും പോട്ടെ എന്ന് വിചാരിക്കുന്നവര് വേണം. അല്ലാത്തവർക്കൊന്നും ഇത് പറ്റില്ല. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് പ്രേംകുമാർ ആണെങ്കിൽ ഒന്ന് ശശി ആണ്. ഇവരെ കുറിച്ച് അമ്മയുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ സ്ഥാനാർത്ഥികൾ എന്തൊക്കെ പ്രേംകുമാറിനെ പറ്റി പറയാന്ന് വെച്ചാൽ, പ്രേംകുമാർ ഇപ്പൊ കാര്യമായിട്ട് ഒറ്റപ്പാലത്തിനൊന്നും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ റോഡുകളും എല്ലാം ഇങ്ങനെയാണ്. പിന്നെ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് ഇത് കിടക്കുന്നുണ്ട്. അതില് ആർക്കും അത് കാരണം റോഡ് നേരെയാവില്ല. പക്ഷെ ആകെ ഒന്നുണ്ടായത് ഗവൺമെന്റ് ബൈപ്പാസിന്റെ ഇത് എടുക്കണവർക്ക് അവർക്ക് നല്ല എമൗണ്ട് കൊടുത്തിരിക്കണം. നല്ല എമൗണ്ട് കിട്ടി. ആ എമൗണ്ട് കൊടുത്തപ്പോ എല്ലാരും ഉണ്ടാടിയിരിക്കണം. അത് ഇരിക്കണം. റോഡ് കച്ചറ റോഡായിട്ടുണ്ട്.
പിന്നെ എല്ലാ കാര്യവും വെള്ളവും എല്ലാറ്റിൻ്റെ കാര്യം, പിന്നെ സേഫ്റ്റി, പിന്നെ പിന്നെ ഈ എന്താ പറയാ മറ്റേ അതിഥി തൊഴിലാളികളെ പറയുന്നില്ലേ ഇവിടെ എങ്ങനെയാണ് വികസിക്കുന്ന നേതാക്കന്മാരാണോ അത് നല്ല വികസിക്കുന്നത്. വികസിക്കുന്നത്? എല്ലാ യാതൊരു വികസനമില്ല. എല്ലാ നേതാക്കന്മാരും നല്ല വികസിക്കുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമില്ല. അതിൽ ഇടതും വലതും രാഷ്ട്രീയ ഭേദമില്ല. അവര് അക്കച്ചങ്ക് തന്നെയാണ്, അതെ ചങ്കുകളാണ്. അതെ ഒന്നാമത് വിദ്യാഭ്യാസം വേണം നേതാക്കന്മാർക്ക്. ഇത് കൂട്ടി വായിക്കാനും കൂടി അറിയാത്തവരാണ് വിദ്യാഭ്യാസ മന്ത്രിമാരെ അങ്ങനെ ഓരോന്നൊക്കെ. വിദ്യാഭ്യാസം നല്ലോണം വേണം, അതുണ്ടാവുന്നില്ലേ? ക്രിമിനൽ കേസിലെ പ്രതിയാണ് അത് നിയമസഭ അത് ചവിട്ടിപ്പൊളിച്ച കേസിൽ. അതെ 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 അതാ പറഞ്ഞ അത് ആവാസ മന്ത്രാലയം. വിദ്യാഭ്യാസം ഇല്ലാത്തവര് പിന്നെ എന്താ ഇത് പറയും. പിന്നെ ഇപ്പോ ഈ പറഞ്ഞ ഗുരുവായൂര് ഇത്രയായിട്ടും മുസ്ലിംസിനെ നിർത്തുന്നുള്ളൂ. ഗുരുവായൂര് അല്ല, അവിടെയുള്ള ഹിന്ദുക്കളെയല്ലേ പറയണ്ടേ? ഹിന്ദുക്കൾ വല്ലതും പറഞ്ഞാൽ വർഗീയമാണ്. അതെ, അത് വർഗീയതയായി. ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോ വർഗീയതയായി. മതമാണ് മതമാണ് പ്രശ്നം അതെ, എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോ വർഗീയതയായി. ലീഗ് പറഞ്ഞ പ്രശ്നം. ലീലാകൃഷ്ണൻ പറഞ്ഞപ്പോ ഒന്നും ആയില്ല. അയാള് പറഞ്ഞപ്പോ എല്ലാവരും അത് ഗുരുവായൂരിരുന്നിട്ട് അയാള് പറഞ്ഞു. ഹിന്ദുക്കൾ ഉണർന്നു തുടങ്ങിയ കുറെ തുടങ്ങി, ഉണർന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ മറ്റേത് ഈ ലേബർ ക്ലാസ്, താഴ്ന്ന ക്ലാസ്സുകളെ അവരെന്തായാലും ഇടതുപക്ഷം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ അവരൊക്കെ ഉണർന്നു തുടങ്ങി. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹം. മാറ്റം വേണം, നല്ലോണം വേണം. ബിജെപിയിലൂടെ വരട്ടെ, മേജർ രവി സാറിലൂടെ വരട്ടെ. മേജർ രവി വരണം തന്നെയാണ് നല്ല കഠിനമായിട്ടുള്ള ആഗ്രഹം. ആ ഒരു ഡിസിപ്ലിൻ, ആ മിലിറ്ററി ആർമി ഡിസിപ്ലിൻ മുഴുവനുണ്ട്. അതൊക്കെ പിന്നെ ഒരു സൈനിക് സ്കൂൾ എന്തായാലും വരും. പിന്നെ എന്തെങ്കിലും പ്രോമിസ് ചെയ്താ ചെയ്യും, Yes. അല്ലാത്തതും ചെയ്യില്ല. കാക്കില്ല. അതെ, കക്കണ്ട ആവശ്യമില്ല. Yes. കക്കണ്ട ആവശ്യമില്ല. നല്ല നല്ല സ്ഥാനി നായരുടെ രാജ്യത്തെ സേവിച്ച സേവകനാണ്. നല്ല സേനകൻ. നല്ല സ്ഥാനി നായരുടെ മകനാണ്. രവിയുടെ വീട്ടിലും അതെ, വളരെ ഡിസിപ്ലിൻഡാണ്. ഞാൻ പോയിട്ടുണ്ട്. രവിയുടെ അമ്മയുടെയൊക്കെ ഡിസിപ്ലിൻ കാണുന്നതിന് വേണ്ടിയിരുന്നു. അത്ര ഇതാണ് നല്ല. ഞാൻ അവരെ എല്ലാരെയും അറിയാം. ഓക്കെ അമ്മ, എന്തായാലും മേജർ രവി സാറ് ജയിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അമ്മ നമസ്കാരം. അമ്മ, എന്താണ് രവിയേട്ടന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച്, ഇവിടുത്തെ ഈ ഒറ്റപ്പാലത്തിന്റെ അവസ്ഥകൾ ഒരുപാട് തലമുറകൾ കണ്ടതല്ലേ അമ്മ? ഏകദേശം 70 വർഷമായിട്ട് നമ്മൾ ഇവിടുത്തെ വികസനം, അതല്ലെങ്കിൽ എന്താണ് ഈ നാടിന്റെ മാറ്റം, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് വല്ലതും ശരിയായോ ഇവിടെ? ഇപ്പൊ എല്ലാം ശരിയാവും. ഒന്നും ശരിയായില്ല. ഇപ്പൊ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല, ഇനി ശരിയാക്കണ്ടേ? അതെ, ജയിപ്പിക്കണം. രവിയേട്ടൻ എല്ലാവരും ജയിപ്പിക്കുക അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഒറ്റപ്പാലം കാര്യം, ഒരു മാറ്റം അല്ലെ? ഇവിടെ ഭരണം മാത്രമാണ് രണ്ടു കൂട്ടരും പറയുന്നത്. ഈ നാടിന്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ആരും പറയുന്നില്ല. വികസനത്തിന് വേണ്ടി പറയുന്ന പാർട്ടി ആകെ ബിജെപി ഉള്ളു. അപ്പൊ അതുകൊണ്ട് നമുക്ക് രവിയേട്ടനെ ജയിപ്പിക്കാമെന്നുള്ള ഒരു പ്രാർത്ഥന തന്നെ. താങ്ക് യു.